ലൂക്ക 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കർത്താവിൻ്റെ സ്നേഹഭാജനങ്ങളെ, നമുക്ക് ഇന്ന് കരുണയെക്കുറിച്ചുള്ള വചനങ്ങൾ നോക്കാം. കർത്താവ് എങ്ങനെയാണ് നമ്മളോട് കരുണ കാണിക്കുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം. ആബാ പിതാവേ, സ്നേഹ തന്നെയായ യേശുവേ, കൃപ ചൊരിയുന്ന പരിശുദ്ധാത്മാവേ, ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങളിലൂടെ കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ അതിവേഗം ഉണ്ടാകുന്നതിനും ഞങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനും ത്രിയേക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ലൂക്ക 10:30 മുതൽ 36 വരെയുള്ള തിരുവചനത്തിൽ നല്ല സമരക്കാരൻ്റെ ഉപമ ഈശോ പറയുകയാണ്. ഒരു നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ നിയമജ്ഞൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ. അപ്പോൾ ഈ നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ പറയുന്നതാണ് നല്ല അയൽക്കാരൻ്റെ ഉപമ. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി. ഒരു പുരോഹിതൻ ആ വഴി വന്നു, അവനെ കണ്ട് കടന്നുപോയി. ഒരു ലേവായൻ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. പിറ്റേ ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായിട്ട് എന്തെങ്കിലും ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതാണ് ഈശോ പറഞ്ഞത്, ഈ സമരിയക്കാരൻ കാണിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഒരാവശ്യക്കാരനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖം തിരിച്ചു കളയരുത്. അവർക്കെന്താണ് ആവശ്യമെന്നറിഞ്ഞ് നമ്മളത് ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. ആവശ്യക്കാരനല്ല നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മൾ ഈ ആവശ്യക്കാരന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. അതാണ് കർത്താവ് പറയുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പാലിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. യാക്കോബ് 2:13 കർത്താവ് പറയാണ്, കാരുണ്യം കാണിക്കാത്തതിൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു.
ഹെബ്രായർ 4:16 പറയാണ്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനം ആരാണ്? ദൈവം. ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കണം. പ്രഭാഷകൻ 2:11 പറയാണ്, കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവൃത്തിക്കൊത്ത പ്രതിഫലമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. നിർധനനോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത്. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. യെശയ്യാ 33:2 പറയാണ്, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. സങ്കീർത്തനം 23:6 പറയാണ്, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സങ്കീർത്തനം 103:8 പറയാണ്, കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. മിഖ 6:8 വചനം പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വിലാപങ്ങൾ 3:22-23 തിരുവചനം പറയുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. മത്തായി 5:7 പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ തിരുവചനത്തിൽ പറയുന്ന പോലെ നമുക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാം. കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ തോന്നണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവികരും വഴി വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങ് സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. ഇനി നമുക്കൊരു നിമിഷം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശുമേൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, എന്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം
പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അതുപോലെ തന്നെ സിസ്റ്റർ ഫൗസീനായിക്ക് ഈ കരുണയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ സംസാരിച്ചതാണ്. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മൾ ചെല്ലണം.
അതുപോലെ തന്നെ അവസാന രക്ഷാമാർഗമായി പാപികൾക്ക് വൈദികൻ ഈ പ്രാർത്ഥന നിർദ്ദേശിച്ചു കൊടുക്കും. അതുപോലെ എത്ര വലിയ കഠിന പാപിയായിരുന്നാലും ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന ചൊല്ലിയാൽ എൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് കൃപ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പ്രദാനം ചെയ്യുന്നത്. ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന വഴി എന്താവശ്യപ്പെട്ടാലും ഈശോ അത് സാധിച്ചു തരുമെന്ന്. അതുപോലെ എൻ്റെ അനന്ത കാരുണ്യത്തെ പറ്റി സമസ്ത ലോകവും അറിയണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈശോ പറയാന്ന് എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കൃപാവരങ്ങൾ നൽകുന്നതാണെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ കരുണയുടെ ജപമാല എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 3 മണിക്ക് അല്ലെങ്കിൽ നമുക്ക് കിടക്കുന്ന സമയത്തെങ്കിലും നമുക്ക് ഒരു കരുണയുടെ ജപമാല നമ്മുടെ തന്നെ ആവശ്യത്തിനും ലോകം മുഴുവനും വേണ്ടിയും ചൊല്ലി കാഴ്ചവെക്കാം. അതുപോലെ കർത്താവിനോട് നമുക്ക് കരുണയ്ക്കായിട്ട് സാഷ്ടാംഗം വീണ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ പ്രാർത്ഥന ശ്രവിച്ച എല്ലാ മക്കൾക്കും യേശുവിൻ്റെ 1000 കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.